നൂറുകണക്കിന് അസ്ഥികൂടങ്ങൾ മണ്ണിനടിയിലുണ്ടെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ രാജ്യം ഞെട്ടലോടെ കേട്ട പേരാണ് കർണാടകയിലെ ധർമ്മസ്ഥലം. ഞാൻ ഏത് നിമിഷം കൊല്ലപ്പെടും. എന്റെ സ്ഥിതി എനിക്ക് കർണാടകയിൽ അറിയാം. ഞാൻ അവിടെ കാണുന്നതാ. ഞാൻ അതിന് 3 ദിവസം മുന്നേ ഈ റോഡിൽ കൂടെ അവിടുന്ന് ഒരു 500 മീറ്റർ അപ്പുറത്ത് റോഡിൽ കണ്ട അതേ പെൺകുട്ടിയാന്നുള്ളൊരു എനിക്ക് സംശയം തോന്നി. മനാഫ് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞ വാക്കാണ് നിങ്ങൾ കേട്ടത്. ഏത് നിമിഷം വേണമെങ്കിലും ഞാൻ കൊല ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഈ വിഷയത്തിൽ സംസാരിച്ച കുറെ ആളുകൾ ജയിലിലും കുറെ ആളുകൾ ഭൂമിക്കടിയിലാണ് കിടക്കുന്നത്. ഒരുപാട് അമ്മച്ചിമാർക്ക് സങ്കടമുണ്ട്, ഇത് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പേടിയാണ്. അതിന് ഉദാഹരണമായിട്ട് മനാഫ് എന്നോട് പറഞ്ഞൊരു വാക്ക് ഈ ഒരു വീഡിയോന്റെ ഓഡിയോയിലുണ്ട്. അതുകൂടാതെ തന്നെ ഒരു ലോറി ഡ്രൈവർ ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു പെൺകുട്ടിയെ ഓടിക്കുന്നത് കാണുന്നു. 2 ദിവസം കഴിഞ്ഞ് അതേ പെൺകുട്ടിയെ മരിച്ച നിലയിൽ അമ്പലത്തിന്റെ ചുറ്റുവട്ടത്തായിട്ട് കാണുകയാണ്. അങ്ങനെ ആയിരക്കണക്കിന് പെൺകുട്ടികൾ എന്ന് പറയുന്നത്, അത് 1000 ആകാം 10,000 ആകാം. ആ നാട്ടുകാര് ആ നാടിനെ വിളിക്കുന്ന പേരെന്താ അറിയോ? ഇന്ത്യയുമായിട്ടൊരു ബന്ധവുമില്ല. ഒരു മതിൽക്കെട്ടുണ്ട് ധർമ്മശാലയിലേക്കുള്ള. ആ മതിൽക്കെട്ട് അത് കടന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. നിങ്ങൾക്ക് അവിടെ സ്വതന്ത്രമായിട്ടൊരു വീഡിയോ പോലും എടുക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറി ചെന്നിട്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ കഴിയില്ല. കാരണം അവിടെയുള്ള ആളുകൾ, ഓട്ടോ ഡ്രൈവർമാർക്ക് ഒരു ഗുണ്ടാ പേരും കൊണ്ട് ഡി കമ്പനി. സിനിമ കേൾക്കുന്നത് പോലെയാണ് നമ്മൾ പലപ്പോഴും ഇത്തരം വാർത്തകൾ കേൾക്കുന്നത്. ഒരുപാട് ആളുകളൊന്നും ഇത് ചർച്ച ചെയ്യുന്നില്ല. പല ആളുകൾക്കും വേണ്ട വിഷയങ്ങൾ വേറെ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഞാൻ 1 തവണ അല്ല 2 തവണ ഇത് ചർച്ച ചെയ്തു. അതിനോടകം തന്നെ നമുക്കും വന്നു ഭീഷണികളും കാര്യങ്ങളൊക്കെ. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുള്ളൂ. 3 ദിവസം മുമ്പ് എന്നെ മനാഫുക്ക വിളിച്ചിരുന്നു. മനാഫുക്ക പറഞ്ഞ കുറച്ച് വളരെ ചെറിയൊരു ഭാഗം എത്ര ഭീകരതയുള്ള ഒരു കാര്യമാണെന്ന് ഇത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഏത് നിമിഷം കൊല്ലപ്പെടും. എന്റെ സ്ഥിതി എനിക്ക് കർണാടകയിൽ അറിയാം. ഞാൻ അവിടെ കാണുന്നതാ. അതിന്റെ ആ സൗജന്യ സാക്ഷികൾ ഒരാൾ പോലും ജീവനോടില്ല. ഞാനിപ്പോ ഒരാൾ പോലും ഇല്ല, എല്ലാത്തിനും കൊന്നുപോയി. അവിടെ ഓരോ കമ്പനിയിൽ തന്നെ ബൊലേറോ വണ്ടികൾ കുറച്ചുണ്ട്, ഈ ഗാങ്സ്റ്റർമാർ ഒക്കെ. അതുകൊണ്ടൊന്ന് ഇടിച്ചു കയറ്റുക ചെയ്യാം. എന്നിട്ട് 6 മാസം കഴിഞ്ഞാൽ ഓൽക്ക് ഇറങ്ങും ചെയ്യാം. വണ്ടി തെറ്റി എത്രത്തിനാ കൊന്നത്. കേരളത്തിൽ വന്നിട്ട് ഒരു വണ്ടി തെറ്റിച്ച് കൊന്നു. കേരളത്തിൽ വന്നിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, കേരളത്തില് ഒരു സാക്ഷി കേരളത്തിൽ നിന്നാ മരിച്ചത്. അതിന്റെ പിന്നിൽ നിന്നോലൊക്കെ കുറെ ആള് മരണപ്പെട്ടായിരുന്നു. അതിന്റെ പിന്നിൽ നിന്ന കുറെ ആളുകൾ മരണപ്പെട്ടതാണെന്നുള്ളത് സൗജന്യ കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ച നടക്കുകയാണ്. ആ ഒരു ചർച്ച നടത്തിയ ആളുകളൊക്കെ ഇന്ന് ഭൂമിക്കടിയിലാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരു മൂലയിലുള്ള കുറെ നാറികൾ കാണിച്ചു കൂട്ടുന്ന ഒരു അമ്പലത്തിന്റെ പേരിലാണ് ഇതൊക്കെ നടക്കുന്നുള്ളതാ. ഈ അമ്പലത്തിന്റെ ഓണർ വലിയ എന്തോ പുള്ളിയാണെന്നാ പറയുന്നത്. കോൺഗ്രസിന്റെയും BJPയുടെയും കഴിയാളൻ, എന്താ ഇതിന് പറയാ, അത്രക്ക് പൈസ വാരിക്കോരി കൊടുത്തിട്ട് അവരൊക്കെ പുകല് വെച്ചിരിക്കുക. ഇദ്ദേഹത്തിന്റെ പ്രൊഫൈല് നോക്കിയാൽ കാണാം നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ വാങ്ങുന്നുണ്ട്. അതേപോലെ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ വാങ്ങി നിൽക്കുന്ന ഫോട്ടോസ് ഉണ്ട്. കയ്യിൽ പണം ഇങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുകയാണെന്നുള്ളതാ. പ്രൈവറ്റ് അമ്പലം, കോടിക്കണക്കിന് രൂപയുടെ വരുമാനം. പിന്നെ എന്ത് തേക്കൂത്ത് കാണിച്ചാലും ആരെന്ത് പറയാനാ. റോട്ടിലൂടെ പോകുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ചൂണ്ടി അവള എനിക്കിന്ന് വേണമെന്ന് പറഞ്ഞ ആ പെണ്ണിന്ന് വൈകുന്നേരത്തിനുള്ള അവന്റെ കട്ടിലിന്റെ അടി കിടക്കുന്നുണ്ടാവും എന്നുള്ളതാ. അതിന്റെ ആവശ്യം കഴിഞ്ഞ ആ പെൺകുട്ടിയെ പിന്നെ പച്ചക്കങ്ങ ജീവനോടെ വിടില്ല. പച്ചക്ക് ശരീരത്തിനകത്തേക്ക് ഏതൊക്കെ മാർഗത്തിലൂടെ മണ്ണോ കല്ലോ കുത്തിക്കയറ്റാൻ കഴിയും അതൊക്കെ കുത്തിക്കയറ്റിയിട്ട് വല്ല കാട്ടിലോ പറമ്പിലോ കൊണ്ടുപോയിടും. വല്ല കാടല്ല, ഏക്കറ കണക്കിന് ഭൂമി. ആ കാടിലൂടെ നടക്കുന്ന ഏതൊരു വ്യക്തിക്കും കാലിൽ തട്ടി വീഴാൻ പോകുന്നത് കല്ലോ മണ്ണോ കമ്പോ ഒന്നും ആവില്ല, അസ്ഥിക്കൂടങ്ങളായിരിക്കും എന്നുള്ളതാ. മനാഫുക്ക എടുത്തൊരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. മനാഫുക്കയ്ക്ക് ഇപ്പോ കർണാടകയിലേക്ക് പോകാൻ കഴിയാത്ത രീതിയിലായി. മനാഫ്ഖാന്റെ ഉപ്പൊക്കെ ഒരു സ്കൂളും കാര്യങ്ങളൊക്കെ കർണാടകയിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ കർണാടകയിൽ അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല ഫേമസ് ആണ്. നമ്മൾ ശിരൂർ വിഷയം അറിയാമല്ലോ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആൾ നന്നായിട്ട് ഫേമസ് ആവുന്നത്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരുപാട് ആളുകൾ ഈ ഒരു സഹായമായിട്ട് വരുന്നത്. മലയാളികളോടൊന്ന് പറയണം, മലയാളികൾ ഏറ്റെടുത്താൽ വിജയം കാണാത്തത് ഒന്നുമില്ല. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് മനാഫ്ക ഈ വിഷയത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. എത്ര ആളുകൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നു? ആരും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താ ചർച്ച ചെയ്യാൻ തോന്നാത്തത്? പെൺകുട്ടികളുടെ ജീവന് നിങ്ങൾക്ക് ഒരു വിലയില്ലേ? വീട്ടില് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉള്ള ആളുകളല്ലേ നിങ്ങൾക്ക് മക്കളുണ്ട്, അതേപോലെ പെങ്ങന്മാരുണ്ടാവും. ഒന്നും വേണ്ട, ഒരു അയൽവാസിയുടെ കുഞ്ഞുങ്ങളെ പോലും നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിൽ. എന്നിട്ട് പോലും കേരളത്തിലുള്ള ഒട്ടനവധി അമ്മമാർക്ക് പറയാൻ പേടി. മനാഫ്ക പറയാ, ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു. പല ആളുകൾക്കും ഈ മീഡിയയുടെ മുന്നിൽ വരാൻ പേടിയാണ്. വേറെ ഒന്നുകൊണ്ടല്ല, നാട്ടിൽ വന്ന് ഇവിടുന്ന് വണ്ടി ഇടിച്ച് കൊല്ലുക അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി കൊല്ലുന്ന അവസ്ഥ ഉണ്ടെന്നുള്ളത് എത്രത്തോളം ഭീകരമാണ് എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ലോറിയുമായി പോകുന്ന സമയത്ത് കണ്ട ഒരു കാഴ്ച,
ഇതൊന്ന് കേട്ടോക്കെ നിങ്ങൾ. അപ്പോൾ കാടായതുകൊണ്ട് ഒരുപാട് ഞണ്ടുകളുടെ ശല്യമുണ്ട്. ഈ ഞണ്ടുകളെല്ലാം ഇത് ഞണ്ട് മീനൊക്കെ കൊത്തിപ്പറിച്ചിട്ടെല്ലാം തിന്നുപോയി. അപ്പോൾ നമുക്ക് മുഖം തിരിച്ചറിയത്തില്ല, ഈ ചങ്ക് ഭാഗം തിരിച്ചറിയത്തില്ല, വയറുഭാഗം തിരിച്ചറിയത്തില്ല, കാലിൻ്റെ തുടഭാഗം തിരിച്ചറിയത്തില്ല, ഫ്രണ്ട് ഭാഗം. ബാക്കി ബാക്ക് ഭാഗങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ബാക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് ആ ഡെഡ് ബോഡി കണ്ടതിൽ, ഡെഡ് ബോഡി അല്ല, ഈ ആദ്യം ഓടിച്ചുകൊണ്ട് വരുന്ന ഒരു സ്ത്രീനെ കണ്ടു ഞാൻ 3 ദിവസം മുന്നേ. അതായത് ഈ ഡെഡ് ബോഡി അങ്ങ് ആദ്യം അവിടെ താഴെ പോയപ്പോൾ എന്തോ ഒന്ന് ചാക്കിൽ കെട്ടിയ പോലെ കണ്ടു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തിരിച്ചു വരുന്ന വഴിക്ക് ഒരു മൃതദേഹം അവിടെ ആ പാലത്തിന്റെ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് എല്ലാവരും ഒരുപാട് ആൾക്കാരുണ്ട്. അത് കണ്ടു. അത് കണ്ടപ്പോൾ അങ്ങേക്ക് എന്താ തോന്നി? എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു 80-90% അതേ ഞാൻ അതിൻ്റെ 3 ദിവസം മുന്നേ ഈ റോഡിൽ കൂടെ അവിടുന്ന് ഒരു 500 മീറ്റർ അപ്പുറത്ത് റോഡിൽ കണ്ട അതേ പെൺകുട്ടിയാണെന്നുള്ളതിൽ എനിക്ക് സംശയം തോന്നി. ഓക്കെ, അദ്ദേഹം മുന്നേ കണ്ട അതേ പെൺകുട്ടിയാണ് സംശയം തോന്നി. ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരാളൽ വന്നില്ലേ? ഇതൊന്നും അല്ല, ആളാൻ കിടക്കുന്നുള്ളൂ. മനാഫ്ക പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടി. ആ ഡെഡ് ബോഡി എടുത്ത് പരിശോധിച്ചപ്പോൾ അവരുടെ അടിയിലൂടെ മണ്ണ് കുത്തിക്കയറ്റി, അടിവയറ് വരെ മണ്ണ് അവർ കുത്തിക്കയറ്റിയിട്ടുള്ളത്. നമ്മൾ ഡൽഹി വിഷയം അറിയാമല്ലോ അല്ലെ, അഭയ കേസ് അറിയില്ലേ? എന്തൊക്കെ വൃത്തികെട്ട രീതിയിലാണ് ആ ഒരു പെൺകുട്ടിയെ അവർ ഉപയോഗിച്ച് കൊന്നത്. അതേപോലെ തന്നെയാണ് ഈ ഒരു വിഷയത്തിലും സംഭവിക്കുന്നത്. 1-2 ആളുകൾ 1000-1500 പരം ആളുകളെ, പെൺകുട്ടികളെ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു പെൺകുട്ടി കൂട്ടുകാരികളുമായിട്ട് അമ്പലത്തിൽ വന്നതാ. ഇവരൊന്ന് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിയുമ്പോഴൊന്നും പെൺകുട്ടിയെ കണ്ടില്ല. പെൺകുട്ടിയെ പിന്നെ കിട്ടുന്നത് ആ ഒരു പുഴയിൽ നിന്നാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവർക്കെതിരെ ശക്തമായിട്ട് പ്രതികരിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ടായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റുകാരന്റെ പെങ്ങളെ കൊന്നു തീർത്തു. അങ്ങനെ ഒരുപാട് ആളുകളെ, പ്രതിഷേധിക്കുന്ന ആളുകളെ ഇവർ പ്രതികരിക്കുന്നത് കൊന്നു കൊല വിളിച്ചുകൊണ്ടാണ്. ഇവർക്ക് ശക്തമായിട്ട് പിന്തുണ രാഷ്ട്രീയപരമായിട്ടുണ്ട്. അതേപോലെ തന്നെ ലോക്കൽസിന്റെ കയ്യിലുണ്ട്. ധർമ്മശാല എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം അത് വേറിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം തന്നെ, അത് ഇന്ത്യയുടെ ഭാഗമല്ല എന്നാണ് ആ നാട്ടിലുള്ള കുറെ ആളുകൾ പറയുന്നത്. ഇദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കൂടിയും പറയുന്നുണ്ട്. ആ സമയത്ത് ഏത് സമയത്താണ് കണ്ടത്? കണ്ടപ്പം എങ്ങനെയായിരുന്നു അവരുണ്ടായത്? അതെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് 3 ദിവസം മുന്നേ വെളുപ്പാൻ കാലത്ത് ഒരു 3:30-4 മണീൻ്റെ സമയത്ത് ഞാൻ ആദ്യത്തെ ട്രിപ്പ് ലോഡ് എടുക്കാൻ പോകുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് ആ ടൈമിൽ പോയെങ്കിൽ മാത്രമേ എനിക്ക് 2 ട്രിപ്പ് എടുക്കാൻ പറ്റത്തുള്ളൂ, പുലർച്ചെ. ആ സമയത്താണ് ഈ പെൺകുട്ടി ധർമ്മസ്ഥല സൈഡിൽ നിന്ന് ഈ പെൺകുട്ടി ഓടി വരുന്ന എനിക്ക് കിട്ടിയ സ്ഥലത്ത് നിന്ന് ധർമ്മസ്ഥല അമ്പലത്തിലോട്ട് 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഡെഡ് ബോഡി കിട്ടിയത് ഈ പെൺകുട്ടി ഓടി വരുന്ന ഞാൻ കണ്ട സ്ഥലത്ത് നിന്ന് ഒരു 1/2 കിലോമീറ്റർ, 500 മീറ്റർ, 600 മീറ്റർ താഴെ, അത്രയേ ഉള്ളൂ. അപ്പം അതിലൊരു തോട് ഒഴുകി വരുന്നുണ്ട്. ഈ തോടിൻ്റെ താഴത്തെ തലയ്ക്കലാണ് പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടിയത്. മേളിലത്തെ തലയ്ക്കലാണ് ഈ പെൺകുട്ടി ഓടി വരുന്നത് കണ്ടത്, 500 മീറ്റർ മേളിലായിട്ട്. അമ്പലത്തിന്റെ അടുത്തൊന്നും 1 കിലോമീറ്റർ പോലും മാറ്റമില്ല. അമ്പലത്തിൽ നിന്നുള്ള ഏതോ നാറികൾ ഓടിച്ചു, അങ്ങനെ തന്നെയാണ് ആ നാട്ടുകാർ പറയുന്നത്. ഇദ്ദേഹവും അത് തന്നെയാണ് പറയുന്നത്. ആ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട്. മുഖം കാണിക്കാൻ പോലും ഇവർക്ക് ഭയമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തല അങ്ങ് അറുത്ത് കളയേ, അമ്മാതിരി ടീമാന്നാ പറയുന്നത്. കേരളത്തിൽ വന്നിട്ട് പോലും അവർ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത്. ഇദ്ദേഹം കണ്ട പെൺകുട്ടിയെ തന്നെയാണ് അത് എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുകയാണ്. അങ്ങനെ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് പെൺമക്കളെ ഈ നാറികൾ ഒന്നൊടുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഈ 24 ന്യൂസിൽ ഒരു കൃത്യമായിട്ടൊരു സ്റ്റോറി വന്നിട്ട് അതൊന്ന് കണ്ടോക്കാം. ധർമ്മസ്ഥലയിൽ എന്ത് നടന്നാലും ഈ കൂട്ടർക്കറിയാം, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. ധർമ്മസ്ഥലയിലേക്ക് ഒരാൾ കടന്നാൽ ഈ വിഭാഗത്തിന് കൃത്യമായി വിവരം നൽകാൻ ഒരു വലിയ നെറ്റ്വർക്ക് തന്നെയുണ്ട്. ചെറുകിട കച്ചവടക്കാർ, ലോഡ്ജ് ഉടമകൾ, ഓട്ടോറിക്ഷ, ടാക്സി തൊഴിലാളികൾ തുടങ്ങി ആ സംഘം വളരെ വലുതാണ്. ഡി കമ്പനി എന്ന് ഇവരെ വിളിക്കാം. തങ്ങൾക്ക് താല്പര്യമില്ലാത്തതൊന്നും ധർമ്മസ്ഥലയിൽ അനുവദിക്കില്ലായിരുന്നു ഈ സംഘം. ക്ഷേത്രത്തിന് സമീപം ടാക്സിയും ഓട്ടോറിക്ഷകളും പാർക്ക് ചെയ്യാൻ ഡി സ്റ്റിക്കർ പതിച്ചവർക്ക് മാത്രമാണ് ഈ പ്രബല വിഭാഗം ഇന്നും അനുമതി നൽകിയിട്ടുള്ളത്. ഇവരിലെല്ലാവരും മാസത്തിലൊരിക്കൽ രാത്രി ക്ഷേത്രത്തിന് കാവലായി നിൽക്കണം. രാത്രിയിൽ സംഭവിക്കുന്നത് എന്തും ഇവർ അറിഞ്ഞിരിക്കണമെന്ന് തിട്ടൂരം. പല തെലുങ്ക് കന്നഡ സിനിമകളും കാണുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ കാണാറുണ്ട്, ഇങ്ങനെയുള്ള വില്ലന്മാരെ കാണാറുണ്ട്. പക്ഷെ അതൊക്കെ ശരിക്കും അവർ ഇൻസ്പയർ ആയിട്ടാണ് ചെയ്യുന്നതെന്ന് ഇനി ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കേട്ടാ. കൊള്ളാം അല്ലേ? ഓട്ടോ ഡ്രൈവർമാരുടെ ഒരു ഗ്യാങ്, അവർ അമ്പലത്തിന് കാവല്, റോട്ടിലൂടെ പോകുന്ന ഏതൊരു പെൺകുട്ടിയെയും അവർ അത് കൊണ്ടുപോവുക, അവർ യൂസ് ചെയ്യുക. കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ്. ഇതൊരു ജൈന മത അമ്പലം അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. എന്തായാലും ഇത്തരം അമ്പലങ്ങളിലേക്കൊന്നും കേരളത്തിൽ നിന്നുള്ള ഒരു മനുഷ്യനും പോവാതിരിക്കുക. കാരണം ദൈവം മണ്ണിലും തൂണിലും തുരുമ്പിലുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ വിഷയത്തിൽ. നിങ്ങൾ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വിശ്വാസമുള്ള ദൈവം അത് അടുത്തുണ്ടാവും. അങ്ങനെ വിശ്വസിക്കുക. അല്ലാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ട് വെറുതെ അപകടത്തിൽ പെടാതിരിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളം വിട്ട് പോകുന്ന സമയത്ത് ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ എടുത്തിട്ട് പോവുക. കാരണം അവിടെയുള്ള പോലീസുകാരൊക്കെ ഏത് രീതിയിലാണ് പെരുമാറുക നമുക്ക് പറയാൻ പോലും കഴിയില്ല. ഈ വാർത്തകൾ കേട്ടതായിരിക്കും ശുചീകരണ തൊഴിലാളിയെ
തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കോടതി പറയാ, അവിടെ ഒരു പോലീസുകാരൻ പോലും വന്നില്ല. ഇയാൾ വന്ന് തിരിച്ചുപോയി. പോലീസുകാർ പറയാ ഞങ്ങൾ പിന്നെ എന്തെങ്കിലും വന്ന് കണ്ടോളാം എന്നുള്ളത്. 1000 കുട്ടി എന്ന് പറയുന്ന ഒരു ചെറിയ സംഖ്യയാണോ? 1000 എന്ന ഒരു ചെറിയ സംഖ്യയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളിവിടെ ഏത് രീതിയിൽ അവിടെ പ്രതികരിക്കുക? 1000 കുട്ടികൾ മരിച്ചിട്ട് ഒരാള് കമ്മ എന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. കൊള്ളാം. കേരളത്തിലുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു വിചാരിച്ചിട്ടാണ് മനാഫയെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഒരു പരിപാടിയിലേക്ക് ആ നാട്ടുകാർ ധൈര്യസമേതം ഇറങ്ങിയിട്ടുള്ളത്. കേരളത്തിലെ ആളുകൾക്ക് ഇതൊന്നും വേണ്ട, മറ്റേ സ്ഥാനം മതി. രണസുന ಸಾವಿರಾರು, ಅದು ಎಷ್ಟು ಸಾವಿರ ಇದೆ ಅಂತ ಹೇಳಲಿಕ್ಕೆ ಬರಲಿಕ್ಕಿಲ್ಲ. ಆದರೆ ಯಾವುದೇ ಕೇಸ್, ಯಾವುದೇ ಸರ್ಕಾರ ಬರಲಿ, ಯಾವುದೇ ಗೌರ್ಮೆಂಟ್ ಬರಲಿ, ಯಾವುದೇ ಪೊಲೀಸ್ ಆಫೀಸರ್ ಬರಲಿ, ಯಾವುದೇ ಕಾನೂನು ಧರ್ಮಸ್ಥಳಕ್ಕೆ ಲಾಗೂ ಆಗುವುದಿಲ್ಲ. ರಿಪಬ್ಲಿಕ್ ಆಫ್ ಧರ್ಮಸ್ಥಳ, റിപ്പബ്ലിക് ഓഫ് ധർമ്മശാല. അടിപൊളി അല്ലേ? നാട്ടുകാരൻ പറയും ഏത് പോലീസുകാർ വന്നാലും ഏത് ഭരണം മാറി വന്നാലും ഇത് ഇന്ത്യയുടെ ഒരു ഭാഗമേ അല്ല, ഇവിടെ വേറെ ഒരു നിയമമാണെന്നുള്ളത്. കൊള്ളാല്ലേ? നാട്ടുകാർക്ക് പോലും ഭയമാണ് പുറത്തിറങ്ങുക. നടന്നു പോണ സമയത്തൊക്കെ ഇഷ്ടം പോലെ അസ്ഥിക്കൂടങ്ങൾ കാണാറുണ്ടെന്ന് അത്ര പറയാം. അത് സാധാരണ വിഷയമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചിക്കൻ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ ചിക്കൻ സ്റ്റാൾ പണ്ടൊരു പരിപാടി അത് റോഡ് സൈഡിൽ കൊണ്ടുപോയിട്ട് ഇടുന്നത്. അപ്പൊ നമ്മൾ പറയാം അത് ചിക്കൻ സ്റ്റാളിന്റെ സാധനങ്ങളാന്ന് പറയില്ലേ? ആ ഒരവസ്ഥ. കൊള്ളാം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ വട്ടിപ്പലിശയ്ക്ക് പണം നൽകി കയ്യിലെടുക്കാനും ഇവർക്ക് കഴിയുന്നുണ്ട്. ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടി, ഭൂമിക്ക് വേണ്ടി, രാഷ്ട്രീയ മേൽക്കൈ നഷ്ടപ്പെടാതിരിക്കാൻ, അങ്ങനെ പലതിനുമായി ഈ കുടുംബവും അവരുടെ കൂട്ടരും നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കിയെന്നാണ് ആരോപണം. അവയിൽ ഓരോന്നും ഞങ്ങൾ തുറന്നു കാട്ടും. ഈ സംഭവങ്ങൾക്കൊക്കെ ശക്തി പകരുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് മുൻ ശുചീകരണ തൊഴിലാളി നടത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ നിന്ന് എന്തായാലും നമ്മൾ തെന്നി മാറാൻ പ്ലാൻ ഇല്ല. ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തന്നെയാണ് പ്ലാന്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തു നിന്നുള്ള പെൺകുട്ടികളെയാണ് ഈ നാറികൾ കൊല ചെയ്തിട്ടുള്ളത്. കാണുന്ന പെണ്ണുങ്ങളൊക്കെ അവർക്ക് വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവനെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ? കേരളത്തിലുള്ള ആളുകൾ ഇത് ഏറ്റെടുക്കുന്ന പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഞാനും ഈ വീഡിയോ ഏറ്റെടുത്തിട്ടുള്ളത്. എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ഈ വിഷയത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ പുതിയ അപ്ഡേഷൻസ് വരും, കൂടെ നിൽക്കാം. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ്.